Hello and welcome back. In our previous sessions, we saw the data types of Python and the basic elements of programming. In this video, we will be covering the input and output operators in Python. Firstly, getting input from the user. In our program, user input we can have two basic methods. One is the input method and then you have the raw underscore input method. Now, raw input method is 2.7. An older version is raw input method. We focus on Instead, we'll be using the Python 3.6 version input method. Input method in the format and syntax of the slides. In an input function, what happens is that the program pauses execution and then waits for the user to enter the value. When we choose the value, user input the execution will continue. The input method syntax is as follows: the variable equal to input. നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ നമ്മൾ ആദ്യം ഒരു മെസ്സേജ് കാണിക്കണം, സേയിങ് എൻറ്റർ ദിസ് വാല്യൂ. അങ്ങനത്തെ പ്രോംപ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാം. അതായിരിക്കണം നിങ്ങളുടെ ഇൻപുട്ട് മെത്തേഡിൻ്റെ അകത്ത് നിങ്ങൾ കൊടുക്കാം. അത് കഴിയുമ്പോൾ when the statement is executed, നിങ്ങളുടെ പ്രോംപ്റ്റ് മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിന്റ് ആവും. എന്നിട്ട് യൂസറിൻ്റെ അവർ ഇൻപുട്ട് വാങ്ങിക്കും. ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇൻപുട്ട് മെത്തേഡ് റിട്ടേൺ ചെയ്യുക. എന്നിട്ട് ആ സ്ട്രിങ്ങിനെ നിങ്ങളുടെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഇനി നമുക്ക് സപ്പോസ് യു വാണ്ട് ടു എൻറ്റർ ആൻ ഇൻറ്റിജർ ഓർ ഫ്ലോട്ട് ഓർ എനി അതർ ടൈപ്പ്, നമുക്ക് ബൈ ഡിഫോൾട്ട് ഇൻപുട്ട് റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദ ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ഹൗ ടു ടൈപ്പ് കാസ്റ്റ് എ വാല്യൂ. അത് തന്നെയായിരിക്കും നമ്മൾ ഇവിടെയും ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ നമ്മൾ കാണാം, വി ആർ ആസ്കിംഗ് ഫോർ ദി ഏജ്. അപ്പോൾ ഇൻപുട്ട് മെത്തേഡിൻ്റെ അകത്ത് വി ഗിവിംഗ് ദ മെസ്സേജ് എൻറ്റർ യുവർ ഏജ്. എന്നിട്ട് ആ വാല്യൂവിനെ ഏജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യും, അസൈൻ ചെയ്യും. അപ്പോൾ അത് അസൈൻ ചെയ്ത് കഴിയുമ്പോൾ when you try to print the type of age, it prints string. Now we want the age to be a number. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഏജിനെ നമ്മൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഏജ് ഇസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഏജ്. അപ്പോൾ ആ സ്ട്രിങ്ങിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത് വീണ്ടും ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് തന്നെ അസൈൻ ചെയ്യും. അങ്ങനെ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ when you try to print the type of age, the second time it prints class int. അതായത് now the type of age is integer. എന്നിട്ട് നമുക്ക് ഏജിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ it will print 25. അപ്പം യൂസർ ഇൻപുട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് മെസ്സേജസ് പ്രിന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പൈത്തണിൽ we use the print method to write to the output screen. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രിന്റ് മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് ആ മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ആ മെസ്സേജ് can either be a string or any other object. അപ്പോൾ നമുക്കൊരു വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ വേരിയബിളിന്റെ പേര് നമുക്ക് പ്രിന്റിന്റെ അകത്ത് കൊടുക്കാം. സപ്പോസ് യു വാണ്ട് ടു ഗിവ് മോർ ദാൻ വൺ ഓബ്ജക്റ്റ്, അതായത് മോർ ദാൻ വൺ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഒരേ പ്രിന്റ് മെസ്സേജിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രിന്റിന്റെ സിൻടാക്സ് is as follows: print and then ബ്രാക്കറ്റ്സിന്റെ അകത്ത് the objects that you want to print, then separator, end, ഫയൽ, ഫ്ലഷ്. അങ്ങനെ 3-4 ആർഗ്യുമെന്റ്സ് കൂടി നമുക്ക് പ്രിന്റിനകത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എൻഡും ഫയലും ഫ്ലഷും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. അത് നമുക്ക് തൽക്കാലം നോക്കണ്ട. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇസ് ദി ഒബ്ജക്ട്സ് ദാറ്റ് യു വാണ്ട് ടു പ്രിന്റ് ആൻഡ് എ സെപ്പറേറ്റർ. നൗ സപ്പോസ് യു പ്രിന്റിംഗ് 3 or 4 വാല്യൂസ്. അപ്പോൾ ഈ 3-4 വാല്യൂസ് പ്രിന്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു സെപ്പറേഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ വേണം നമുക്ക് ഡിഫൈൻ ചെയ്യാനാണ് ഈ സെപ്പ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 4 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാണ്. ഓരോ നമ്പർ കഴിയുമ്പോഴും ഐ വോണ്ട് ടു പുട്ട് എ കോമ. അങ്ങനെയാണെങ്കിൽ ഈ സെപ്പറേറ്ററിൻ്റെ അകത്ത് ഐ വിൽ ഗിവ് ദ കോമ ക്യാരക്ടർ. ഡീഫോൾട്ട് ആയിട്ട് സെപ്പറേറ്ററിന്റെ വാല്യൂ ഇസ് എ ബ്ലാങ്ക് സ്പേസ്. അപ്പോൾ നമ്മൾ ഒരു വാല്യൂം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ 4 ഇൻറ്റിജേഴ്സിന്റെ ഇടയ്ക്ക് വിൽ പുട്ട് എ ബ്ലാങ്ക് സ്പേസ്. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ കാണുന്ന പോലെ ഇൻ യുവർ ഫസ്റ്റ് എക്സാമ്പിൾ വി ആർ പ്രിന്റിംഗ് 2 വാല്യൂസ്. ഒരു സ്ട്രിംഗ് ദാറ്റ് ഇസ് ഹലോ ആൻഡ് ദ സെക്കൻഡ് സ്ട്രിംഗ് ദാറ്റ് ഇസ് ഹൗ ആർ യു. എന്നിട്ട് ഈ 2 സ്ട്രിങ്സിന്റെയും സെപ്പറേറ്റർ ആയിട്ട് വി ആർ ഗിവിംഗ് 3 dashes. അപ്പോൾ അതിന് ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഈ 2 സ്ട്രിങ്സും നമ്മൾ ജോയിൻ ചെയ്യും, അതിന്റെ ഇടയ്ക്ക് വിൽ ഗിവ് 3 dashes. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി ആർ ഗിവിംഗ് 3 values again, അതായത് 3 സ്ട്രിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 3 സ്ട്രിങ്സിന്റെ ഇടയ്ക്ക് ആർ സെപ്പറേറ്റർ ഇസ് എ കോമ. അപ്പോൾ ഓരോ സ്ട്രിങ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ വിൽ പുട്ട് എ കോമ ആൻഡ് ദെൻ പ്രിന്റ് ദ നെക്സ്റ്റ് സ്ട്രിങ്.
ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ അവിടെ നമ്മൾ സെപ്പറേറ്ററിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ദ ഡിഫോൾട്ട് വാല്യൂ. അതായത് ഡിഫോൾട്ട് ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും ഇതിലെ ഓരോ സ്ട്രിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്യുക. ഇനി when you are printing more than one value നമുക്ക് ചിലപ്പം ഒരു സ്ട്രിങ്ങിന്റെ ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് മെസ്സേജിൽ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്, അതായത് ഒരു സ്ട്രിങ് പ്രിന്റ് ചെയ്യാനുണ്ട്. എന്നിട്ട് we have other parts of text. ഫോർ എക്സാമ്പിൾ ഒരു വേരിയബിളിന്റെ വാല്യൂ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിൽ നിന്ന് എടുക്കുന്ന റിസൾട്ട് പ്രിന്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടെക്സ്റ്റ് പാർട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഒരു മെസ്സേജിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഒരു ഫോർമാറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ പ്രിന്റ് ചെയ്യുന്ന മെസ്സേജിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു അഡീഷണൽ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിന്റെ സ്ഥലത്ത് വി ആഡ് എ പ്ലേസ് ഹോൾഡർ, അതായത് വി ആഡ് എ കേർലി ബ്രേസസ്. എന്നിട്ട് ഫോർമാറ്റ് മെത്തേഡിന്റെ അകത്ത് വി ഡിഫൈൻ വാട്ട് വാല്യൂസ് ഷുഡ് ഗോ ഇൻസൈഡ് ദ ബ്രേസസ്. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ ഇതിൽ വി ഹാവ് വൺ വേരിയബിൾ കോൾഡ് പ്രൈസ് ആൻഡ് വി ഹാവ് എ സ്ട്രിങ് കോൾഡ് ടെക്സ്റ്റ്. അപ്പൊ ഈ ടെക്സ്റ്റിന്റെ അകത്ത് നമുക്ക് പ്രിന്റ് ചെയ്യണത് എന്താ? ദ പ്രൈസ് ഈസ് ബ്രാക്കറ്റ്സ് ഡോളേഴ്സ്. നമ്മളിത് പ്രിന്റ് ചെയ്യുമ്പോൾ വാട്ട് വി എക്സ്പെക്ട് ഇസ് ദാറ്റ് ദ സെന്റൻസ് ഷുഡ് ബി ദ പ്രൈസ് ഇസ് $49. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ വാട്ട് ഡു വി ഡു? നമ്മുടെ പ്രിന്റിന്റെ അകത്ത് വി ഗിവ് the string text dot format. എന്നിട്ട് ആ ഫോർമാറ്റ് മെത്തേഡിന്റെ അകത്ത് we give the value that we want to print. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന സെന്റൻസിന്റെ അകത്ത് we have a curly braces. ആ curly bracesന്റെ അകത്ത് പ്രൈസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് the output will be the price is $49. ഇനി ഈ ഫോർമാറ്റ് മെത്തേഡിൽ തന്നെ നമുക്ക് പല വേരിയേഷൻസ് ഉപയോഗിക്കാം. ബിക്കോസ് നമ്മളുടെ പ്രോഗ്രാമിൽ നമുക്ക് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് പ്രിന്റ് ചെയ്യേണ്ടി വരും. ദ ഫസ്റ്റ് എക്സാമ്പിൾ, നമുക്ക് പ്രൈസ് എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യണം. പ്രൈസ് ഇസ് എൻ ഇൻറ്റിജർ. പക്ഷെ നമ്മളത് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡെസിമൽ പ്ലേസസ് ആഡ് ചെയ്തിട്ട് ഒരു ഫ്ലോട്ട് ആയിട്ട് വേണം അത് പ്രിന്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അതിന് ആ ഒരു സിൻടാക്സ് അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ പ്ലേസ് ഹോൾഡറിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന സെന്റൻസിന്റെ അകത്ത് നമ്മുടെ പ്ലേസ് ഹോൾഡറിൽ വി പുട്ട് ദ ബ്രാക്കറ്റ്സ് ആൻഡ് ദെൻ :2f. അതായത് ഈ പ്ലേസ് ഹോൾഡറിന്റെ അകത്ത് വരുന്ന വാല്യൂ ഇറ്റ് ഷുഡ് ബി എ ഫ്ലോട്ടിംഗ് വാല്യൂ വിത്ത് 2 ഡെസിമൽ പ്ലേസസ്. അത്രയും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ യുവർ ഔട്ട്പുട്ട് വിൽ ബി ദ പ്രൈസ് ഇസ് $49.00. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരേ സെന്റൻസിൽ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. In your second example, we have to print 3 values and format them into the sentence. അപ്പോൾ എൻ്റെ my order എന്ന് പറയുന്ന വാല്യൂവിൻ്റെ അകത്ത് I am putting 3 placeholders. I want bracket pieces of item number bracket for bracket $.2f. അതായത് I have 2 values and then the third value should be a decimal with 2 decimal places. എന്നിട്ട് നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്ലേസ് ഹോൾഡറിൽ ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, രണ്ടാമത്തെ പ്ലേസ് ഹോൾഡറിൽ ഐറ്റം നമ്പർ ഫോർമാറ്റ് ആവും, ആൻഡ് മൂന്നാമത്തെ നിങ്ങളുടെ പ്ലേസ് ഹോൾഡറിൽ പ്രൈസ് എന്ന് പറയുന്ന വാല്യൂ 2 ഡെസിമൽ പ്ലേസ് ഉള്ള ഫ്ലോട്ടിംഗ് നമ്പർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി I want 3 pieces of item number 567 for $49.00. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഓബ്ജക്ട്സ് നമ്മൾ പ്രിന്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഓർഡർ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഓർഡർ മാറാൻ ചാൻസ് ഉണ്ട്. ഈ ഓബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ ഈ വാല്യൂസിന്റെ ഓർഡർ മാറാൻ പാടില്ല നമുക്കുണ്ടെങ്കിൽ വി കൻ യൂസ് ഇൻഡെക്സസ് ടു മേക്ക് ഷുവർ ഓഫ് ദാറ്റ്. അതായത് ഏത് പൊസിഷനിൽ ഒരു വാല്യൂ വരണോ ആ പൊസിഷന്റെ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ് ഹോൾഡറിന്റെ അകത്ത് കൊടുക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, I want bracket 0 pieces of item number bracket 1 for bracket 2:.2f$. എന്നിട്ട് ഈ ഒരു സ്ട്രിങ്ങിനെ ഞാൻ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഞാൻ 3 വാല്യൂസ് കൊടുക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി, ഐറ്റം നമ്പർ ആൻഡ് പ്രൈസ്. അപ്പോൾ ഫോർമാറ്റ് എന്ന് പറയുന്ന മെത്തേഡിന്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ആർഗ്യുമെന്റ്, അതായത് 0th ആർഗ്യുമെന്റ് ഇസ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ പ്ലേസ് ഹോൾഡർ വിത്ത് 0. അപ്പം പ്ലേസ് ഹോൾഡർ വിത്ത് 0 എവിടെയാണോ അവിടെയായിരിക്കും ഞാൻ ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ ദ ഫസ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് 1 എന്ന് പറയുന്ന ഐറ്റം നമ്പർ വിൽ ഗോ അണ്ടർ ദ പ്ലേസ് ഹോൾഡർ വിത്ത് 1. ആൻഡ് ഫോർമാറ്റ് മെത്തേഡിൽ ഇൻഡെക്സ് 2 ഇരിക്കുന്ന പ്രൈസ് വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ പ്ലേസ് ഹോൾഡർ വിത്ത് 2. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും
ഞാൻ പറയുന്നുണ്ട് that price should be a floating value with 2 decimal places. അങ്ങനെ വരുമ്പം അതിന്റെ ഔട്ട്പുട്ട് will be I want 3 pieces of item number 567 for $49.00. ഇനി എനിക്ക് ഓർഡർ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും എനിക്ക് ചെയ്യാൻ പറ്റും. In your second example, I have two values, അല്ലെങ്കിൽ two variables, age 36 and name is equal to John. ഇനി ഞാൻ പ്രിന്റ് ചെയ്യുന്ന ടെക്സ്റ്റിൽ I am writing his name is placeholder 1 and then placeholder 1 is placeholder 0 years old. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ placeholder 1 ഉണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ ഫോർമാറ്റ് മെത്തേഡിലെ ഇൻഡെക്സ് 1ൽ ഇരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അതായത് ഇവിടെ നിങ്ങളുടെ ഫോർമാറ്റ് മെത്തേഡിൻ്റെ അകത്ത് ഇൻഡെക്സ് 0ൽ ഇരിക്കുന്നത് ഏജ് ആണ്, ഇൻഡെക്സ് 1ൽ യു ഹാവ് നെയിം. അപ്പോൾ നെയിം വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2 പ്ലേസസ്. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻഡെക്സ് 0ൽ വരുന്ന ഏജ് വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1 പ്ലേസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുവർ ഔട്ട്പുട്ട് വിൽ ബി ഹിസ് നെയിം ഇസ് ജോൺ ആൻഡ് ജോൺ ഇസ് 36 years old. നമുക്കിപ്പോൾ നമ്പേഴ്സിന് പകരം ഓരോ ഇൻഡെക്സിനും അല്ലെങ്കിൽ ഓരോ പ്ലേസ് ഹോൾഡറിനും ഒരു പേര് കൊടുക്കണമെങ്കിൽ ദാറ്റ് കൻ ഓൾസോ ബി ഡൺ. ഇപ്പോൾ പേര് കൊടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ? നമ്മൾ നമ്പേഴ്സ് ഓർത്ത് വെക്കുന്നതിന് പകരം നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ നെയിംഡ് ഇൻഡെക്സസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇൻഡെക്സിന്റെ പേര് നിങ്ങളുടെ ഫോർമാറ്റ് മെത്തേഡിലും നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇൻ ദിസ് എക്സാമ്പിൾ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസ് ഇസ് മൈ ഓർഡർ. അതിൻ്റെ അകത്ത് ഞാൻ 2 പ്ലേസ് ഹോൾഡേഴ്സ് വെക്കുന്നുണ്ട്. ആദ്യത്തെ പ്ലേസ് ഹോൾഡറിന് ഞാൻ കാർ നെയിം എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നെയിം കൊടുക്കുകയാണ്. ആൻഡ് രണ്ടാമത്തെ പ്ലേസ് ഹോൾഡറിൽ മോഡൽ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നെയിം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഫോർമാറ്റ് ചെയ്യുമ്പോൾ കാർ നെയിം ഇസ് ഈക്വൽ ടു ഫോർഡ് എന്ന് കൊടുക്കുകയാണ് ആൻഡ് മോഡൽ ഇസ് ഈക്വൽ ടു മസ്താങ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാർ നെയിം എന്ന് പറയുന്ന ഇൻഡെക്സ് എവിടെയൊക്കെ വരുന്നോ അവിടെയെല്ലാം ദാറ്റ് പ്ലേസ് ഹോൾഡർ വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഫോർഡ്. ആൻഡ് മോഡൽ എന്ന് പറയുന്ന പ്ലേസ് ഹോൾഡേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം the model will be substituted by Mustang. I hope you understood the input and output operators in Python. Thank you for listening.